പശ്ചിമേഷ്യയിൽ അമേരിക്കയുമായുള്ള തങ്ങളുടെ സംഘർഷം മൂർച്ഛിക്കുന്ന പശ്ചാത്തലത്തിൽ വീണ്ടും ആക്രമിക്കപ്പെട്ടാൽ യുറേനിയം സമ്പുഷ്ടീകരണം ആയുധ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന മുന്നറിയിപ്പുമായി എത്തുകയാണ് ഇറാൻ. ഇറാന്റെ പാർലമെന്ററി നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഫോറിൻ പോളിസി കമ്മീഷൻ വക്താവായ ഇബ്രാഹിം റസായിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തങ്ങൾക്കെതിരെ ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ 90% വരെ യുറേനിയം സമ്പുഷ്ടീകരിക്കുക എന്നത് ഇറാന്റെ പരിഗണനയിലുള്ള പ്രധാന ഓപ്ഷനുകളിലൊന്നാണെന്നും ഇക്കാര്യം പാർലമെന്റിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം എക്സിലൂടെയാണ് അറിയിച്ചത്. ഇറാന്റെ ആണവ പദ്ധതികൾ സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ളതാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും നിലവിൽ 60% വരെ സമ്പുഷ്ടീകരിച്ച 400 കിലോഗ്രാമിലധികം യുറേനിയം കൈമാറാൻ ഇറാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. സാങ്കേതികമായി പരിശോധിച്ചാൽ 60% നിന്ന് ആയുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ 90% എത്തുക എന്നത് വളരെ ചെറിയൊരു പടിയാണ്. ഇറാൻ ഒരു ആണവായുധം വികസിപ്പിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നതാണ് താൻ ആരംഭിച്ച യുദ്ധത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നെന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. US വീണ്ടും യുദ്ധം ആരംഭിച്ചേക്കാമെന്ന സൂചനകൾക്കിടയിലാണ് ഇറാന്റെ ഈ പ്രതികരണവും വരുന്നത്. അതേസമയം ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം പൂർണ്ണമായും ഇല്ലാതാക്കുന്നത് വരെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട്. ഇറാന്റെ പക്കൽ ഇപ്പോഴും ആണവ വസ്തുക്കളുണ്ടെന്നും അവ അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ടെന്നും അദ്ദേഹം CBS-ന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ തകർക്കേണ്ടതുണ്ടെന്നും അവ എങ്ങനെ നീക്കം ചെയ്യണമെന്ന ചോദ്യത്തിന് അവിടെ ചെന്ന് അത് പുറത്തെടുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. മേഖലയിൽ യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന ശക്തമായ സൂചനയാണ് നെതന്യാഹു നൽകുന്നത്. അതേസമയം ഇറാൻ മുന്നോട്ട് വെച്ച സമാധാന പദ്ധതികളെ തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. വിഡ്ഢിത്തം, മാലിന്യം എന്നീ വാക്കുകളാണ് സമാധാന പദ്ധതികളെ വിശേഷിപ്പിക്കാൻ ട്രംപ് ഉപയോഗിച്ചത്. സമാധാന ശ്രമങ്ങൾ പാളിയതോടെ കഴിഞ്ഞ മാസം മുതൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ നിലവിൽ പ്രതിസന്ധിയിലാണെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ആവർത്തിച്ചുള്ള തിരിച്ചടികൾക്കിടയിലും അമേരിക്കയ്ക്ക് ഇറാനുമായി സമാധാന കരാറിലെത്താൻ സാധിക്കുമെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടു. സമാധാന കരാർ അസാധ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. 4 തവണ ഞാൻ അവരുമായി കരാറിലെത്തിയതാണ്. എന്നാൽ അവർ നിലപാട് മാറ്റിക്കൊണ്ടേയിരിക്കും. ഇറാന്റെ നേതൃത്വം വിശ്വാസയോഗ്യമല്ലാത്തവരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മെയ് 10 സമർപ്പിച്ച സമാധാനത്തിനായുള്ള നിർദ്ദേശത്തിൽ ഇറാൻ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതായി ഇറാന്റെ ന്യൂസ് ഏജൻസിയായ IRNA റിപ്പോർട്ട് ചെയ്തിരുന്നു. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നേതൃത്വത്തിൽ ഇറാനിൽ നടത്തിയ 40 ദിവസം നീണ്ട യുദ്ധത്തിലെ നഷ്ടങ്ങൾ കണക്കാക്കിയാണ് ഇറാന്റെ ആവശ്യം. ഹോർമുസ് കടലിടുക്കിന് മേലുള്ള ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണമെന്ന വ്യവസ്ഥയും കരാറിലുണ്ട്. ട്രംപിന്റെ പരാമർശങ്ങൾക്ക് പിറകെ ഇറാനിയൻ എണ്ണ ചൈനയിലേക്ക് കയറ്റി അയക്കാൻ സഹായിച്ചു എന്നാരോപിച്ച് 12 വ്യക്തികൾക്കും കമ്പനികൾക്കുമെതിരെ US ട്രഷറി പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. യുദ്ധം പുനരാരംഭിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ഏത് ആക്രമണത്തിനും മറുപടി നൽകാൻ ഇറാന്റെ സേന സജ്ജമാണെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖാലിബാഹ് മുന്നറിയിപ്പ് നൽകി. അമേരിക്കയ്ക്ക് 14 നിർദ്ദേശങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ള ഇറാനിയൻ ജനതയുടെ അവകാശങ്ങൾ അംഗീകരിക്കുകയല്ലാതെ മറ്റു പോംവഴികളില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ ഹോർമുസ് തടഞ്ഞുകിടന്നാൽ ഏഷ്യൻ രാജ്യങ്ങളിലും വരും ദിനങ്ങളിൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. വിമാന ഇന്ധനത്തിന്റെ വിലയും പെട്രോൾ ഡീസൽ വിലയും വരും ആഴ്ചകളിൽ വർദ്ധിക്കും. ചരക്ക് നീക്കത്തിലും വില വർധന വന്നതോടെ അവശ്യ സാധനങ്ങളുടെ വിലയും വർദ്ധിക്കുന്നതാണ് സാഹചര്യം. ഗൾഫ് മേഖലയെ ആശ്രയിക്കുന്ന ഏഷ്യൻ രാജ്യങ്ങളെല്ലാം സമാന പ്രതിസന്ധിയിലാണ്. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് 80% ഇന്ധനക്കടത്തും ഹോർമസ് കടലിടുക്ക് വഴിയാണ് നടന്നിരുന്നത്. UAE, സൗദി അറേബ്യ, ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു പ്രധാന ഇറക്കുമതി. എന്നാൽ കടലിടുക്ക് അടഞ്ഞതോടെ ഇന്ത്യയുടെ ശുദ്ധീകരിച്ച ഇന്ധനങ്ങളുടെ കയറ്റുമതിയിൽ വൻ കുറവുണ്ടായി. യുദ്ധത്തിന് മുൻപ് പ്രതിദിനം 1,41,000 ബാരൽ വിമാന ഇന്ധനം ഇന്ത്യ കയറ്റുമതി ചെയ്തിരുന്നു. പക്ഷേ ഈ ജെറ്റ് ഫ്യൂവൽ കയറ്റുമതി ഏപ്രിൽ മാസത്തിൽ വെറും 48,600 ബാരലായി ചുരുങ്ങിയിട്ടുണ്ട്. അതേപോലെ ഡീസൽ ഉൾപ്പെടെയുള്ള മറ്റ് ഗതാഗത ഇന്ധനങ്ങളുടെ കയറ്റുമതിയും ഇടിഞ്ഞു. പ്രതിദിനം 3,71,000 ബാരലായാണ് ഇത് കുറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.